ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഉച്ചയൂണിന് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സൈഡ് ഡിഷും അതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറും തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ ദാ കുക്കറിലാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത്. ഇതാ കുക്കറിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേവുള്ള വെള്ളക്കുറുവ അരിയാണ് കേട്ടോ. അപ്പോൾ അതാ മൊത്തമായിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചധികം തന്നെ വെക്കണം, അല്ലെങ്കിൽ ചോറ് അങ്ങോട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കൊഴുത്ത് പോയപ്പോഴായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ മൊത്തമായിട്ട് അരി ഇട്ട് കൊടുക്കുക. നേരെ അടച്ച് വെക്കുക കേട്ടോ. വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നേരെ അടച്ച് വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലും കൂടെ അടിച്ചിട്ട് അവിടെ ഇട്ട് വെക്കുക. അങ്ങനെ ഫുള്ള് എയർ പോയി കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഒരരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. അതിൻ്റെ എയർ മൊത്തമായിട്ട് പോയതിനു ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡ് ഡിഷിൻ്റെ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതാ ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ടാക്കി കൊടുത്തിട്ട് അധികം ചെറുതാക്കാതെ തന്നെ വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിത് അതുപോലെ ഇങ്ങനെ നേരാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്കിതാ ആ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങ് ചെറുതാക്കണ്ട. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ മൊത്തമായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുക്കുന്നത് വളരെ കുറച്ച് ബീൻസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഉള്ളത് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ബീൻസും ഇതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ തന്നെ മൊത്തത്തിലൊന്ന് കട്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ബീൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇത് സെറ്റായിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതിനുള്ളത് മൊത്തത്തിൽ ഞാൻ ഫസ്റ്റ് എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റിൽ മൊത്തത്തിലൊന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിതാ ഒരു വലിയുള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തൈര് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് ക്യൂബ്സ് പോലെ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാനൊരു 3 എണ്ണം മാത്രം എടുത്തിട്ടുള്ളത്. അപ്പം തക്കാളിയും ഇതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവിലൊന്ന് കീറിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കിയിട്ട് ചതച്ചിട്ട് കൊടുക്കണ്ട, ചെറുതാക്കി ഒന്നിങ്ങനെ നടുവിൽ കീറിയിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരെളുപ്പം തോന്നിയിട്ട് മൊത്തത്തിലൊന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം മൊത്തമായിട്ട് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ചെമ്മീൻ്റെതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചെമ്മീനിലേക്ക് ഞാനിതാ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, ചുമന്നുള്ളി, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് 12 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 5-6 എണ്ണം മതിയാവും. അപ്പോൾ അത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഞാൻ നടുവിലൊന്ന് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടതാണ്, അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ വലുതാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കുക, ചെറുതാണെങ്കിൽ കുറച്ച് അളവ് കൂട്ടിയെടുക്കുക. ഇനി പൊടികളായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്
നന്നായിട്ട് തന്നെ കൈവച്ച് കുഴച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൂട്ടണ്ട, ഒരു വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടിയിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം തീരെ കൂട്ടണ്ട കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ മൊത്തത്തിലൊന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ മാറ്റി വെക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ കുഴച്ചിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ദാ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോൻ്റെതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതാ കുറച്ച് ഒരു 2.25 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിതാ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ ഇതാ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബീൻസും കൂടെ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൊത്തത്തിൽ ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിടുക. നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. അങ്ങനെ ഈ പൊട്ടാറ്റോ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. അപ്പോൾ ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിതാ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പൊട്ടാറ്റോ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൊടിൻ്റെ ഒരു കുത്തുമണം ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെറും 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മുടെ പൊട്ടാറ്റോ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് പാന് സെയിം പാൻ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സാധനം ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് പാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പാന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായോ നോക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കണ്ടില്ലേ, ഓവറായിട്ടൊന്നുമില്ല, പാകത്തിന് മാത്രമേ വെളിച്ചെണ്ണ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ പാനൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ. അപ്പോൾ എന്നിട്ട് നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഒരു പുരട്ടി വെച്ചിട്ടുണ്ടതിന് ആ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം നേരെ അതിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഓവറായി പോവരുത്, ഓവറായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മല്ലി ഒക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ, അപ്പം ഒരു ഗ്രേവി പോലെ ഉണ്ടാവും, അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഒരു ഭാഗം നന്നായിട്ട് മുരിയട്ടെ, ലോ ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിത് അവിടെ തൈര് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച്
കടുകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതും പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ചെമ്മീൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടില്ലേ, ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഒട്ടും അധികമായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഗ്രേവി പോലെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കുറച്ച് മതി. ഇനി മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ വെക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ അടുത്ത അടുപ്പിലുള്ള നമ്മുടെ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ടാവും. നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഇനി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരണം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ തക്കാളി ഒന്ന് വാടി വരട്ടെ. നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ തക്കാളിയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ തക്കാളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട് മാത്രമേ നമ്മൾ ഈ പൊടികളും അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം തന്നെ കുറച്ച് വെക്കുക. നമുക്ക് ഇവിടെ ഒരു അര കപ്പ് തൈരാണ് ഞാൻ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയ സമയത്ത് കുറച്ചൊരു പുളിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പ് മൊത്തത്തിലുണ്ടാവും കേട്ടോ. മൊത്തത്തിലൊരു 1/4 കപ്പ് തൈര് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ആ ഒരു കപ്പിലേക്ക് തന്നെ കുറച്ചും കൂടെ ഒരു വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ തൈര് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് വേണമെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വളരെ തീ കുറച്ചിട്ടിട്ട് മാത്രമേ തൈര് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇനി കുറച്ച് ആ ഒരു തൈരിൻ്റെ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പം ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നേരെ അടച്ച് വെക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ്റെ മറ്റേ ഭാഗവും നല്ല രീതിക്ക് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ടു ഹൈയിൽ ആ ഒരു രീതിക്ക് ആക്കിയിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ എണ്ണയൊക്കെ പാകത്തിനാണ് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഇതിലില്ല. അതുപോലെ തന്നെ വെള്ളം ഓവറായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഒന്ന് സെർവ് ചെയ്യാം നമുക്ക്. അപ്പോൾ നല്ല ചോറ് നമ്മൾ വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോൻ്റെ ആ ഒരു സംഭവം സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ലവേഴ്സൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നേരെ നമ്മുടെ തൈര് കറിയും കൂടെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. ചെമ്മീൻ്റെ 2 ഭാഗവും നന്നായിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും വേവിക്കരുത്. സിമ്മിലിട്ട് വേവിക്കുമ്പോൾ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് ആ ഉൾഭാഗമൊക്കെ നല്ലതായി തന്നെ വെന്തിട്ട് സൂപ്പറായി വരും.
അപ്പോൾ എന്താണ്, അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.